ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോഴും പരമാവധി കാർബൺ നിർഗമനം കുറയ്ക്കുന്ന ജീവിതം അവലംബിക്കണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഹരിതഭവനം പൂർത്തീകരണ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഭൂമി നമ്മുടെ വീടാണ്. എല്ലാ ജീവജാലങ്ങളുടെയും തറവാട്. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന ഹരിതഭവനം പദ്ധതിയിൽ 1000 ഹരിതഭവനങ്ങൾ പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. ബയോ വേസ്റ്റ് എന്താണ്, നോൺ ബയോ വേസ്റ്റ് എന്താണ്, അതെല്ലാം കൺസെപ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഈ ഏജിലെ എക്സ്പോഷർ ആണെങ്കിൽ യു വിൽ ബി ബെറ്റർ എക്വിപ്ഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഒരു എൻവയറമെന്റിലെ ഹൈ പ്രഷറിലേക്ക് സിറ്റുവേഷൻ ഉണ്ട്. ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് റൈസിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹരിതഭവനങ്ങൾ സൃഷ്ടിച്ച് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, എലത്തൂർ CMC ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കും ഏറ്റവും കൂടുതൽ ഹരിതഭവനങ്ങൾ സൃഷ്ടിക്കാൻ നേതൃത്വം നൽകിയ സ്കൂൾ കോർഡിനേറ്റർ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ MS ജിസ്മയ്ക്കും അധ്യാപകർക്ക് പരിശീലനം നൽകിയ ബാബു പറമ്പത്തിനും മാതൃകാപരമായ ഹരിതഭവനം സൃഷ്ടിച്ച 3ാം ക്ലാസ്സുകാരി ദേവിക ദീപകിനും ഉപഹാരങ്ങൾ നൽകി. DDE മനോജ് മണിയൂർ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ വരുൺ ഭാസ്കർ, ഡോക്ടർ ദീപേഷ് കരിമ്പുക്കര, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ M ഗൗതമൻ, പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ, ബാബു പറമ്പത്ത്, മണലിൽ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തത് കാരണം ദുരിതമനുഭവിക്കുകയാണ് എളേറ്റിൽ